ഹായ് ഓൾ, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് എത്തർനെറ്റ്, ഇറ്റ്സ് ഫ്രെയിം സ്ട്രക്ചർ, ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് ടെക്നോളജീസ് ആണ്. ഈ പിക്ചറിൽ കാണുന്ന ഈ എത്തർനെറ്റ് കേബിൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേബിളാണ്. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്തർനെറ്റ് കേബിൾ ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ, കണക്ട് ഡിവൈസസ് ടു എ ലോക്കൽ നെറ്റ്വർക്ക്. ലോക്കൽ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേബിൾസാണ് എത്തർനെറ്റ് കേബിൾ എന്ന് പറയുന്നത്. ദേ പ്ലഗ് ഇൻ ടു എത്തർനെറ്റ് പോർട്സ് ഓൺ വെറൈറ്റി ഓഫ് ഡിവൈസസ്. അത് എത്തർനെറ്റ് പോർട്സിലാണ് കണക്ട് ചെയ്യുക. അത് ഫസ്റ്റ് ഫിഗറിലുള്ള അതൊരു എത്തർനെറ്റ് പോർട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് എൻ എത്തർനെറ്റ് കേബിൾ ഇസ് കണക്റ്റിംഗ് എ വൈഫൈ റൗട്ടർ ഓർ മോഡം ടു ദ ഇൻ്റർനെറ്റ് എൻട്രി പോർട്ട് ഓർ ടെലിഫോൺ ലൈൻ. മോസ്റ്റ് കോമൺലി നമ്മൾ എത്തർനെറ്റ് കേബിൾ യൂസ് ചെയ്യുന്നത് വൈഫൈ റൗട്ടറും അല്ലെങ്കിൽ മോഡം ഒക്കെ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ടാണ് എത്തർനെറ്റ് കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്തർനെറ്റ് കേബിൾസ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. നൗ എത്തർനെറ്റ് ഫ്രെയിം സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. എത്തർനെറ്റ് ഫ്രെയിം സ്ട്രക്ചറിൽ 6 പാർട്സ് ആണ് വരുന്നത്. എത്തർനെറ്റ് ഫ്രെയിം സ്ട്രക്ചർ വിത്ത് എ ഹെഡർ വിച്ച് കണ്ടെയ്ൻസ് source and destination MAC addresses among other data. The middle part of the frame is the actual data. The frame ends with a field called frame check sequence. അപ്പം അതിലൊരു ഹെഡർ ഉണ്ട്. ആ ഹെഡറിൽ വരുന്നത് MAC അഡ്രസ്സസ് ആണ്. സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും MAC അഡ്രസ്സും ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റ മീൻസ് ആ കണക്ഷനിൽ വരുന്ന ആ ഡാറ്റയുടെ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ്സും പിന്നെ അതിൻ്റെ ടൈപ്പും ഹെഡറിൽ വരുന്നതാണ്. പിന്നെ ആ ഡാറ്റ ആണ് മിഡിൽ പാർട്ട്. പിന്നെ ഫ്രെയിം എൻഡ് ചെയ്യുന്നത് ഒരു FCS വെച്ചിട്ടാണ്. FCS ആണ് അതിൻ്റെ എൻഡ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയാം. അപ്പം 3 പാർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻ എത്തർനെറ്റ് ഹെഡർ, അതിൽ പ്രിയാമ്പിൾ, SFD, ഡെസ്റ്റിനേഷൻ, സോഴ്സ് ആൻഡ് ടൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഹെഡറിൽ വരുന്നത്. എൻക്യാപ്സുലേറ്റഡ് ഡാറ്റയിൽ ഡാറ്റ ആൻഡ് പാഡ് ആൻഡ് അതിന് എത്തർനെറ്റ് ടെയിലർ, അതിന് ടെയിലറാണ് FCS. ആ ഒരു ഫിഗറിൽ കാണുന്നുണ്ടാവും 8 ബൈറ്റ്സ് വരുന്നതാണ് പ്രിയാമ്പിൾ ഓർ SFD. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് 6 ബൈറ്റ്സും സോഴ്സ് അഡ്രസ്സ് 6 ബൈറ്റ്സ് തന്നെയാണ്. പിന്നെ ടൈപ്പ് പറയുന്നത് 2 ബൈറ്റ്സും. പിന്നെ യൂസർ ഡാറ്റ എന്ന് പറയുന്നത് ഒരു 46 to 1500 ബൈറ്റ്സ് ആണ് ഡാറ്റയിൽ വരുന്നത്. പിന്നെ FCS 4 ബൈറ്റ്സ്. അപ്പം ഇങ്ങനെ ഒരു ബിറ്റിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് എത്തർനെറ്റിൻ്റെ ഫ്രെയിം സ്ട്രക്ചറിൽ പറയുന്നത്. നൗ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ഇൻഫോംസ് ദ receiving system that a frame is starting and enables synchronization. അത് റിസീവർ എൻഡിനോട് അത് ഒരു ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് ഇൻഫോം ചെയ്യുന്നൊരു പാർട്ടാണ് പ്രിയാമ്പിളിൽ ഉണ്ടാവുക. അതെന്ന് പറയുന്നത് ഒരു 6 ബൈറ്റ്സ് ആണ്. ഒരു 1s and 0s വരുന്നൊരു സ്ട്രിങ് ആണ് പ്രിയാമ്പിൾ. അതിലൊരു പാറ്റേൺ ഉണ്ടാവും, ലൈക്ക് 101010. അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ when a device receives 7 continuous bytes of same pattern, 7 bytes ആണ്, it assumes that the incoming data is an Ethernet frame and it logs the incoming bit stream. അപ്പം ഈ ഒരു പ്രിയാമ്പിൾ ഫീൽഡാണ്, അതൊരു എത്തർനെറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഇതിൻ്റെ ഇൻകമിങ് പാർട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് പ്രിയാമ്പിൾ ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് SFD, സ്റ്റാർട്ട് ഫ്രെയിം ഡീലിമിറ്റർ. അത് പറയുന്നത് 1 ബൈറ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ സ്ട്രിങ് ഓഫ് 1 ബൈറ്റ്. ദിസ് ബൈറ്റ് ഓൾസോ സ്റ്റോർസ് ദ സെയിം പാറ്റേൺ എക്സെപ്റ്റ് ദ ലാസ്റ്റ് ബിറ്റ് ഒഴികെ ബാക്കി സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്. ഇൻ ദ ലാസ്റ്റ് ബിറ്റ് ഇറ്റ് സ്റ്റോർസ് 1 ഇൻസ്റ്റെഡ് ഓഫ് 0. 0ന് പകരം ഒരു 1 ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുക.
The SFD byte indicates the receiving device that the next byte is the destination MAC address of the Ethernet framework. അപ്പോൾ Ethernet ഫ്രെയിമിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ്സ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ടാണ് SFD. അപ്പോൾ ആക്ച്വലി MAC അഡ്രസ്സ് എന്താണ്? MAC അഡ്രസ്സ് എന്ന് പറയുന്നത് എ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സിനാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതെന്ന് പറയുന്നത് ഒരു യൂണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു യൂണീക്കായിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് അഡ്രസ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതിനാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ MAC ആണ് നെക്സ്റ്റ് ഫീൽഡ്. അത് കഴിഞ്ഞിട്ട് സോഴ്സ് MAC ആണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ MAC ഐഡൻറ്റിഫൈസ് ദ റിസീവിംഗ് സിസ്റ്റം. റിസീവിംഗ് സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പാർട്ടാണ്. അത് 6 ബൈറ്റ്സ് ലോങ് ആണ്, നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ദ MAC അഡ്രസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ ഡിവൈസ്. MAC അഡ്രസ് ഓഫ് 6 ബൈറ്റ്സ് അല്ലെങ്കിൽ 48 ബിറ്റ്സ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആവാം, 12 ഡിജിറ്റ് ഹെക്സാഡിജിറ്റ് നമ്പേഴ്സും ആവാം. പിന്നെ നെക്സ്റ്റ് പറയണത് സോഴ്സ് MAC അഡ്രസ്സ് ആണ്. ഇത് സെയിം കൈൻഡ് ഓഫ് തന്നെ ഡെസ്റ്റിനേഷനെ പോലെ തന്നെ ഒരു 6 ബൈറ്റ് ലോങ് ആയിട്ടുള്ള ഒരു MAC അഡ്രസ്സ് ആയിരിക്കും. പിന്നെ വരുന്ന ഫീൽഡാണ് ടൈപ്പ് ഫീൽഡ്. ടൈപ്പ് ഫീൽഡ് പറയണത് 2 ബൈറ്റ്സ് ലോങ് ആയിരിക്കും. ആ ഒരു ഫീൽഡ് സ്റ്റോർ ചെയ്യുന്നത് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രോട്ടോക്കോൾ. ഏത് കൈൻഡ് ഓഫ് പ്രോട്ടോക്കോൾ ആണെന്ന് ആ ഒരു ബിറ്റ് ഫീൽഡിലൂടെയാണ് മനസ്സിലാവുക. ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രോട്ടോക്കോൾ ഓഫ് അപ്പർ ലെയർ. If the multiple protocols are running in the upper layer of destination computer, the data link layer will fail to hand over the received frame to the upper layer as it does not know to which the protocol it should give the received frame. ഇപ്പോൾ 2 കൈൻഡ് ഓഫ് പ്രോട്ടോക്കോളും ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് 2 പ്രോട്ടോക്കോൾസ്? IPv4ഉം IPv6ഉം ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ആണ് അതിൻ്റെ അപ്പർ ലെയറിൽ ഉള്ളതെങ്കിൽ അതിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്തത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ടൈപ്പ് ഫീൽഡ്. ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് ദി പ്രോട്ടോക്കോൾ ഇൻസൈഡ് ദ ഫ്രെയിം. എക്സാമ്പിളാണ് IPv4ഉം IPv6ഉം. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ആൻഡ് പാഡ് ഫീൽഡാണ്. അതിന് നമ്മൾ പറഞ്ഞിരുന്നു 46 ബൈറ്റ്സ് ആണ്. 46 ബൈറ്റ്സ് മുതൽ മിനിമം ആണ് ടു 1500 ബൈറ്റ്സ് ആണ്. ദിസ് ഫീൽഡ് സ്റ്റോർസ് ദ എൻക്യാപ്സുലേറ്റഡ് ഡാറ്റ ഓഫ് അപ്പർ ലെയർ. പിന്നെ ഈ ഒരു ലിമിറ്റ് കാരണം ദ നെറ്റ്വർക്ക് അപ്പർ ലെയർ can't pack more or less data in single packet. More or less ഇന്നൊരു സിംഗിൾ പാക്കറ്റിൽ നമുക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ ഡാറ്റ ഈസ് ലെസ് ദാൻ മിനിമം റിക്വയർമെൻറ്റ്, പാഡിങ് ഈസ് ആഡഡ്. പാഡിങ് ആണ് ആഡ് ചെയ്യുക ലെസ് ആണെങ്കിൽ. ഇഫ് ദ ഡാറ്റ ഈസ് മോർ ദാൻ ദ മാക്സിമം ലിമിറ്റ്, എക്സ്ട്രാ ഡാറ്റ ഈസ് പാക്ഡ് ഇൻ ദ നെക്സ്റ്റ് പാക്കറ്റ്. അപ്പം അങ്ങനെയാണ് ഡാറ്റ ആൻഡ് പാക്കറ്റ് വരുന്നത്. നെക്സ്റ്റ് FCS ആണ്. അതെന്ന് പറയുന്നത് ആക്ച്വലി റിസീവർ എൻഡിൽ എത്തുന്ന ഒരു പാർട്ടല്ല. അത് മാത്രമാണ് റിസീവറിലേക്ക് എത്താണ്ടിരിക്കുക. കാരണം അത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജനറേറ്റ് ചെയ്യുന്ന ബൈറ്റാണ്. ദ സെൻഡർ ഡിവൈസ് ടേക്സ് ഓൾ ദ ഫീൽഡ് ഓഫ് ദ ഫ്രെയിം എക്സെപ്റ്റ് ദ FCS ഫീൽഡ്. അത് ഒരു സൈക്കിൾ റിഡൻഡൻസി ചെക്ക് അൽഗോരിതം ജനറേറ്റ് ചെയ്യുന്ന ഒരു 4 ബൈറ്റ് റിസൾട്ടാണ് FCS എന്ന് പറയുന്നത്. When the destination device receives a frame, it takes the same fields and runs them through the same algorithm. ഇത്രയാണ് ഈ ഒരു പ്രിയാമ്പിൾ, SFD, ഡെസ്റ്റിനേഷൻ MAC, സോഴ്സ് MAC, ടൈപ്പ്, ഡാറ്റ ആൻഡ് പാഡ്, FCS. ഒരു എത്തർനെറ്റിൻ്റെ ഫ്രെയിം സ്ട്രക്ചറിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാമാണ്
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു ഇതെല്ലാം ഒരു എത്ര ബൈറ്റ്സാണ്, പിന്നെ ഓരോന്നും എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്, സ്റ്റാർട്ടിങ്, അതിൻ്റെ ടെയിലർ എൻഡ് റിസീവർ ലെവലിൽ എത്തൂല. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെയാണ് വരുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് എത്തർനെറ്റ് ഫ്രെയിം സ്ട്രക്ചർ. നെക്സ്റ്റ്, efficiency of an Ethernet. Channel efficiency is the percentage of net bit rate. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നെറ്റ് ബിറ്റ് റേറ്റ് അനുസരിച്ചിട്ടാണ്, ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ബിറ്റ് റേറ്റിനനുസരിച്ചിട്ടാണ് എഫിഷ്യൻസീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു 100 Mbps എത്തർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ at a time it is seen that the efficiency is 80 megabits of data are transmitted per second. And per second 80 megabits of data ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പറയുന്നത് 80% എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്, ഓർ 0.8. ഇങ്ങനെയാണ് എഫിഷ്യൻസി ഓഫ് എത്തർനെറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. എഫിഷ്യൻസി ഓഫ് എത്തർനെറ്റ് ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് പറയുന്നത് എത്തർനെറ്റ് ടെക്നോളജീസ് ആണ്. Ethernet is a family of technology that provides data link and physical specifications of controlling access to shared network medium. അത് ലോക്കൽ നെറ്റ്വർക്കിങ്ങിലാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ we can also take Ethernet as it is the link layer protocol in the RTPC IP stack. Traditionally there is a kind of connection. 10 Mbps data can be transmitted ഒരു എത്തർനെറ്റിൽ. But now the technology is grown up, so the faster Ethernet and gigabyte Ethernets is taking place now. And ഒരു എത്തർനെറ്റ് സെഗ്മെൻറ്റിലൂടെ നമുക്ക് ഡാറ്റ ഈസിലി ആൻഡ് ഫാസ്റ്റ്ലി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. സോ ദ ഫാസ്റ്റ് എത്തർനെറ്റ് ട്രാൻസ്മിറ്റ് 100 Mbps ഓഫ് ബിറ്റ്സ്. ജിഗാബൈറ്റ് എത്തർനെറ്റ് ആണെങ്കിൽ ഒരു 1000 Mbps ഓഫ് ബൈറ്റ് ആണ് അതിൻ്റെ ഒരു എഫിഷ്യൻസി പറയുന്നത്. പിന്നെ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് Electric and Electronics Engineer IEEE is responsible for defining the various standards since it took over the process in 1980. അപ്പോൾ IEEE ആണ് ഒരു എത്തർനെറ്റിൻ്റെ ഈ ഒരു ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അത് തന്നെ 2 കൈൻഡ് ഓഫ് സപ്ലയേഴ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ദ 802.3 മീഡിയ ആക്സസ് കൺട്രോളും MAC സപ്ലയറും. നെക്സ്റ്റ് വണ് ദ 802.2 ലോജിക് ലിങ്ക് കൺട്രോളും LLC സപ്ലയറും. ഇത് ഈ സപ്ലയേഴ്സൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് IEEE തന്നെയാണ്. സോ ദ ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ടു ദ സെയിം നെറ്റ്വർക്ക് ഡിവൈസ് ഓർ same network segmented very fast and rapid. Even though various physical layer standards are different and require changes at the layer, each of them use the same 802.3 header and 802.2 LLC sublayer. As I told, traditionally ഒരു 10 Mbps ഓഫ് സ്പീഡാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ സോ ദാറ്റ് ഡാറ്റ ട്രാൻസ്മിഷൻ ഈസ് വെരി ഫാസ്റ്റ് നൗ. സോ ദാറ്റ് ജിഗാബൈറ്റ്സും ഫാസ്റ്റ് എത്തർനെറ്റും ഒക്കെ യൂസ് മച്ച് മോർ Mbps. സോ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ ഇൻ സെയിം നെറ്റ്വർക്ക്. ഇതാണ് എത്തർനെറ്റ് ടെക്നോളജീസിനെ കുറിച്ച് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ എത്തർനെറ്റ്